ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 2, ഒന്നാമത്തെ വായനാ ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. ഇന്നലെ നമ്മൾ കണ്ടത് 6-ാം അധ്യായത്തിൽ ശമര്യ നിരോധിക്കപ്പെട്ടിരിക്കുകയും ശമര്യയിൽ ക്ഷാമം നേരിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അവിടെ വെച്ചിട്ടാണ് എലീശായോട് അരുളപ്പാട് ചോദിക്കാൻ വേണ്ടി രാജാവ് ആളിനെ അയക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് എലീശ പ്രവാചകൻ പറയുന്നത്, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ഷേക്കേലിന് 1 സെയ ഗോതമ്പും ഷേക്കേലിന് 2 സെയ യവവും വിൽക്കും. അപ്പോൾ വില വളരെ കുറയും എന്നുള്ളതാണ്. അവിടുത്തെ സെയ എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ രൂപ പോലുള്ള ഒരു വിനിമയത്തിനുള്ള ഒരു കറൻസി എന്നോ നാണയമെന്നോ ഒക്കെ പറയാം. നാണയം, കറൻസി ഇല്ലല്ലോ, അന്ന് കറൻസി ഇല്ല, നാണയം. അപ്പോൾ അത് അവിടുത്തെ അന്ന് സംഭവിക്കുക, അത്രയും വില കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അകമ്പടി നായകൻ ഒരാളുണ്ട്. അദ്ദേഹം ദൈവപുരുഷനോട് പറഞ്ഞത്, ദൈവം ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നാലും ഈ കാര്യം സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. അതിന് എലീശ പറയുന്ന ഒരു മറുപടിയാണ്, ഈ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യം നീ നിൻ്റെ കണ്ണുകൊണ്ട് കാണും, പക്ഷേ നീ അത് അനുഭവിക്കില്ല, നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറയും. ഇതാണ് 2 കാര്യം. ഒന്ന്, ഈ നാളെ ഈ നേരത്ത് ക്ഷാമമെല്ലാം മാറും എന്ന് പറയുന്ന കാര്യം ആണ് അദ്ദേഹം പറയുന്ന കാര്യം. അത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ മനുഷ്യൻ പറയുന്ന കാര്യത്തിൽ അകമ്പടി നായകൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ മനുഷ്യൻ അങ്ങനെ മറുപടി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ പ്രശ്നവും വരത്തില്ലായിരുന്നു. പക്ഷേ അങ്ങനെ 2 കാര്യങ്ങൾ, നടക്കാനിരിക്കുന്ന 2 കാര്യങ്ങൾ, 2 അത്ഭുതകരമായ കാര്യങ്ങൾ അങ്ങനെ എലീശയുടെ പ്രവാചകന്റെ വാക്കുകളാൽ സംഭവിക്കുന്ന ഒരു അധ്യായമാണിത്. അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ശമര്യയുടെ പരിവാരത്തിൽ 4 കുഷ്ഠരോഗികളുണ്ടായിരുന്നു. കുഷ്ഠരോഗികൾ തമ്മിൽ പറയാണ്, ഇവിടെ കിടന്നാൽ മരിക്കും, നമുക്ക് പട്ടണത്തിനകത്തോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ക്ഷാമം കൊണ്ട് മരിക്കും. ഒരു കാര്യം, നമുക്ക് അരാമയ പാളയത്തിലേക്ക് പോകാം, അരാമയ സൈന്യം ഉള്ളിടത്തേക്ക്. അവിടെ ചെന്നാലും ചിലപ്പോൾ മരിക്കുമായിരിക്കും. ഇവിടെ കിടന്നാൽ മരിക്കും, പിന്നെ അവിടെ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറാകാണ്. അവിടെ നമ്മളെ ജീവനോട് വെച്ചാൽ നമുക്ക് ജീവനോട്ടിരിക്കാം, ഇല്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലുമായിരിക്കും, അങ്ങനെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാമ്പാളയത്തിൽ ചെന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അത് സംഭവിക്കാൻ കാരണം അതിൻ്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ ഇസ്രായേൽ രാജാവ് വരേണ്ടതിന് ഹിത്തി രാജാക്കന്മാരെയും ഇസ്രായേൽ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അവർ ഈ ശബ്ദം കേട്ടപ്പം അവർ തമ്മിൽ അവർക്ക് തോന്നിയ കാര്യം തമ്മിൽ പറഞ്ഞതാണ്. അവരതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവിടുന്ന് ഓടിക്കളഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ പേടിച്ചോടിയെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ കുഷ്ഠരോഗികൾ ഓരോ പാളയത്തിൽ കയറി കുറേ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു, വസ്ത്രവും പൊന്നുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ഒളിച്ചു വെച്ചു. മറ്റൊരു കൂടാരത്തിൽ കയറി അത് തന്നെ എടുത്തുകൊണ്ട് വേറെ എടുത്തുകൊണ്ട് ഒളിച്ചു വെച്ചു. എന്നിട്ട് ഇവർ തമ്മിൽ പറയാണ്, ഇന്ന് നല്ല വാർത്ത ഉള്ള ദിവസം, ഇന്ന് നല്ല ദിവസമാണ്, ഈ ദിവസം നമ്മൾ വെളുപ്പിനെ വരെ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, ഇത് നമ്മുടെ മേലിൽ നമ്മൾ കുറ്റക്കാരാവും, നമ്മൾ കുറ്റം ചെയ്യുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് കൊട്ടാരത്തിൽ പോയി വിവരം അറിയിക്കണം. വിവരം അറിയിച്ചിട്ട് ഈ അരാമ്യരെ, ഇസ്രായേൽ സൈന്യത്തെ വന്ന് ഇതെല്ലാം കൊള്ളയടിക്കുകയും ഇവരെ ചെയ്യുകയും ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് കൊട്ടാരത്തിൽ പോയി പറയാമെന്ന് പറഞ്ഞിട്ട് അവർ കൊട്ടാരത്തിൽ പോയി പറയാണ്. കൊട്ടാരത്തിൽ വാതിൽക്ക് പോയി പറയും, അത് പിന്നെ അകത്ത് പോയി പറയും, അത് പിന്നെ അവിടുന്ന് രാജാവിൻ്റെ സന്നിധിയിലും അത് എത്തും. രാജാവ് പറയും, ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല എൻ്റെ സംഗതി. യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ ക്ഷാമമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ പട്ടണത്തിൽ പുറത്ത് എങ്ങനെങ്കിലും വരുമ്പോൾ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വയലിലെങ്ങാണ്ട് ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാളയത്തിൽ അവർ കാണാത്തത്. ഇത് അവരുടെ യുദ്ധത്തിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ എന്നാൽ ചിലർ പോയി അന്വേഷിക്കട്ടെ എന്ന് പറയും. അപ്പോൾ രഥത്തിൽ ഒക്കെ അവർ പോയി അന്വേഷിക്കുമ്പോൾ കാര്യം സത്യമാണെന്ന് കാണുകയും ഇവർ ഓടുന്ന വഴിയിൽ അവരുടെ കയ്യിൽ നിന്ന് പേടിച്ചോടിയപ്പം കയ്യിലിരുന്ന സാധനങ്ങൾ പലതും വഴിയിൽ ചിതറി വീണ് കിടക്കുന്നതും കണ്ടു. സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് രാജാവിനോട് പറയുകയും അവിടെ നിന്ന് സൈന്യം വരികയും സൈന്യം വന്ന്
ഈ ഇവിടെ നല്ല ഭയങ്കരമായ കൊള്ളയിടുകയും പിന്നെ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവർ യുദ്ധത്തിന് വരുമ്പോൾ അങ്ങനെയാണല്ലോ, യുദ്ധത്തിന് വരുമ്പോൾ അവർ അവിടുന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരും. അവരുടെ വാള് കാണും, അതുപോലെ തന്നെ പരിചയമറ്റ ആയുധങ്ങൾ കാണും, പാത്രങ്ങൾ കാണും, പലതും കാണും. ഒരു പൊന്ന് വെള്ളിയൊക്കെ വേറെ സ്ഥലത്തുനിന്ന് കൊള്ളയിട്ട് കൊണ്ടുവന്ന പൊന്നും വെള്ളിയൊക്കെ കാണും. അവർ ഒരിടത്തേക്ക് അല്ലല്ലോ, പലയിടത്തും ഒരു സ്ഥലത്തെ യുദ്ധം കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ കൊള്ളയിടിയിൽ, യുദ്ധങ്ങൾ പലതും കൊള്ളയിടിയിലുകളാണ്. കൊള്ളയിടാൻ വേണ്ടി തന്നെയാണ് യുദ്ധത്തിന് പോകുന്നത്. ആ യുദ്ധത്തിന് പോകുമ്പോൾ ചിലർ യുദ്ധത്തിന് തിരിച്ചു നിൽക്കത്തില്ല. അവർ കീഴടങ്ങിയിട്ട് അവർ പറയുന്ന സാധനങ്ങൾ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇവരങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങൾ കൊണ്ട് അവർ തൃപ്തരാകും. ചില രാജ്യങ്ങൾ അവർക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ വർഷം തോറും കപ്പം കൊടുത്തോളാം എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതെല്ലാം സാമ്പത്തികമാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതാവികാരം. സാമ്പത്തികമാണ് ഇതിൻ്റെ വിഷയം. യുദ്ധങ്ങളിലെല്ലാം പിന്നിലുള്ളത് സാമ്പത്തികമാണ്. ചില യുദ്ധങ്ങൾ വിരോധത്തിലും ഒക്കെ വരാറുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് ഈ കൊള്ളയാണ്, അല്ലെങ്കിൽ സമ്പത്താണ്. അപ്പം അങ്ങനെ പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന കൊള്ളയൊക്കെ അവരുടെയിലുണ്ട്. അതെല്ലാം ഇവർ കൊണ്ടുപോയി ഇവിടെ തിരികെ കൊണ്ടുവന്ന് അരാമ്പാളയം കൊള്ളയിട്ടു. അന്ന് അതായത് പിറ്റേ ദിവസം എലീശ പ്രവാചകൻ പറയുന്നതിന് പിറ്റേ ദിവസം അന്ന് എലീശ പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വില കുറച്ച് സാധനങ്ങളോട് വിറ്റു. അന്ന് ശേക്കേലിന് 1 സെയ കോതമ്പും ശേക്കേലിന് 2 സെയ യവവും വിറ്റു. ശേക്കേലാണ് അതിൻ്റെ ഈ പറയുന്ന നാണയം എന്ന് പറയുന്നത്. സെയ എന്ന് പറയുന്നത് നമ്മുടെ കിലോ, ലിറ്റർ എന്നൊക്കെ പറയുന്ന അളവാണ്. സെയ എന്ന് പറയുന്നത് അളവാണ്. ശേക്കേൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ പണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തിരിച്ചാണ് പറഞ്ഞത്, ക്ഷമിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അകമ്പടി നായകൻ അന്ന് വാതിൽക്കൽ വിചാരകരായി ആണ് ദൈവം നിയമിച്ചിരുന്നത്. അന്ന് ഭയങ്കര തിരക്ക്. അറിയാമല്ലോ, സൗജന്യമായ എന്തെങ്കിലും കിട്ടുന്ന അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്കൊരു തിരക്കുണ്ടാവും. ആ തിരക്കിൽ ഈ അകമ്പടി നായകൻ ആളുകളുടെ ചവിട്ടേറ്റ് മരിച്ചു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ എലീശ പ്രവാചകൻ പറയുന്ന 2 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഒരു ദൈവപുരുഷൻ ഒരു വലിയ ദൈവപുരുഷൻ തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുകയും ദൈവം ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുന്നതൊക്കെയും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ശക്തനായ ഒരു പ്രവാചകനായിരുന്നു എലീശ എന്ന പ്രവാചകൻ. 2ാമത്തെ വായനാഭാഗം വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം. ഈ അധ്യായത്തിലും കഴിഞ്ഞ നമ്മൾ 2 അധ്യായത്തിൽ കണ്ടതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ കരച്ചിലും വിലാപവും ഒക്കെ തന്നെയാണ് കാണുന്നത്. ഇവിടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വെറുതെ കരയുകയും വിലാപം ചെയ്യുകയും മാത്രമല്ല, ചില ദൈവിക സത്യങ്ങളും കൂടെ അവിടെ വെളിപ്പെട്ടു പോവുകയാണ്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ള പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തലും പാപം ഏറ്റുപറച്ചിലും ഒക്കെയും നടക്കുന്നുണ്ട്. വെറുതെ നിലവിളിച്ച് കരയുകയല്ല, അതിൻ്റെ സത്യസന്ധമായ ഒരു വർത്തമാനവും ഇടപെടലും നിലവിളിയുമാണ് നമ്മൾ കാണുന്നത്. ഇതിലൊരു വാക്യം നമ്മൾ കാണുന്നത്, എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പൊയ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് ജനം പറയുന്ന കാര്യം പ്രവാചകൻ പറയുന്നതാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത്, നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. അപ്പം ഇത് സത്യമാണ്. മഹത്വം നഷ്ടപ്പെട്ടു, പ്രത്യാശയും നഷ്ടപ്പെട്ടു, പ്രത്യാശയില്ലാത്തൊരു ഇതായിപ്പോയി. അതുപോലെ തന്നെ കഷ്ടത്തിലേക്ക് പോയി. ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാലും ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് ഈ പോകേണ്ടത്. അതെല്ലാം നടന്നാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അതിൻ്റെയും ഒക്കെ കഷ്ടങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു വലിയ വേദനയിലാണ് ആക്കപ്പെട്ടത്. അവരുടെ എല്ലാ പ്രതാപവും പോയി. ഒരു രാജ്യമായി നിന്നെടുത്ത് നിന്ന് രാജാവ് ഉണ്ടായിരുന്നൊരു ജനമായിരുന്നത് ഇന്ന് രാജാവില്ല, ദേവാലയമില്ല, ദൈവം കൂടെയില്ല. നിരാശരായ ഒരു ജനം, കരയല്ലാതെ മറ്റു വഴികളില്ലാത്ത ഒരു കാലം. അവിടെയാണ് ഈ വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് കൊണ്ട് യിരെമ്യാ പ്രവാചകൻ ജനം സംസാരിക്കുന്നത് പോലെയും സംസാരിക്കുന്നുണ്ട്.
എൻ്റെ 22-ാമത്തെ വാക്യം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഇപ്പോഴും ഈ പ്രവാസത്തിലേക്ക് പോകാൻ പറയുമ്പോൾ തന്നെ, പ്രവാസത്തിലേക്ക് പോകുന്ന നിങ്ങൾക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ അത് പോകുന്നവർക്ക് അത് സിദെക്കീയാവിൻ്റെ രാജ്യത്വം നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകുന്നത്. നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയാൽ, നിങ്ങൾ സ്വയം തയ്യാറായി പോയാൽ, പ്രവാസത്തിലേക്ക് പോയാൽ തയ്യാറായി എതിർത്ത് നിൽക്കാതെ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ എതിർത്ത് നിന്നു, സിദെക്കീയാവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവർക്കെല്ലാം കഷ്ടം വന്നു, അവരെ കൊല്ലപ്പെട്ടു, അവർക്ക് തല്ലുകൊള്ളേണ്ടി വന്നു, സിദെക്കീയാവിൻ്റെ കണ്ണ് പൊട്ടിച്ചു. ഇതെല്ലാം അവിടെ സംഭവിച്ചു. എന്നാൽ അവർക്ക് കീഴ്പ്പെട്ട് പോയിരുന്നെങ്കിൽ ജീവൻ കൊള്ള കിട്ടിയ പോലെ ആയിരിക്കുമെന്ന് ദൈവം പറഞ്ഞ കാര്യം അങ്ങനെ പോയവർക്കെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവൻ്റെ കരുണയായിരുന്നു അങ്ങനത്തെ കാര്യം ഒരു കണ്ടീഷൻ വെച്ചത്, അങ്ങനെയുള്ളവർക്ക് ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും, ഒരു ദോഷം സംഭവിക്കില്ല എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചല്ലോ. അവർ പോയിട്ട് 70 വർഷം ജീവിച്ചിരുന്നവർ 70 വർഷത്തിന് ശേഷം മടങ്ങി വരികയും ചെയ്തു. അത് ആ കരുണയെ സംബന്ധിച്ച് പറയുന്നത്, രാവിലെ തോറും പുതിയതും അങ്ങയുടെ വിശ്വസ്തത വലിയതുമാകുന്നു എന്നും അത് എഴുതിയിട്ടുണ്ട്. അതും സത്യം തന്നെയാണ്. അത് പുതിയ പുതിയ കരുണയും ദയയും കൃപയും ഒക്കെ ദൈവം ഇങ്ങനെ നമുക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. മറ്റാരേക്കാളും വിശ്വസ്തനായി പാർക്കുന്ന ദൈവം, നമ്മളും ആ വിശ്വസ്തയോടുള്ള ദൈവത്തെ വിശ്വസിക്കുകയും തിരിച്ചും ദൈവത്തോട് വിശ്വസ്തത കാണിക്കുകയും ചെയ്യേണ്ടതാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ആ വാക്യത്തിനകത്ത് നമുക്ക് വായിച്ചെടുക്കാം. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ പ്രത്യാശ വയ്ക്കുന്നു. ദൈവമാണ് എൻ്റെ ഓഹരി, ദൈവമാണ് എൻ്റെ ഓഹരി. അത് ഇസ്രായേലിന് അങ്ങനെ തന്നെയാണ്. ഞാൻ തന്നെ നിങ്ങളുടെ ഓഹരി എന്നാണ്, വേറെ ഒന്നുമില്ല. ഞാനാണ് എൻ്റെ ഓഹരി, നിങ്ങളുടെ ഓഹരി ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഓഹരി ലഭിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമാണ് എൻ്റെ പങ്ക്, ദൈവമാണ് എൻ്റെ ഓഹരി എന്ന് പറഞ്ഞാൽ ബാക്കി ഭൗതികമായ ഒരാവശ്യത്തിൻ്റെ പുറകെ നമുക്ക് പോകേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ദൈവം തരുന്നതാണ്, അല്ലെങ്കിൽ ദൈവം തരും എന്നുള്ളതാണ് അതിൻ്റെ വാക്യം. അത് ഏറ്റെടുക്കാനും അത് വിശ്വസിക്കാനും കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ പാർപ്പിടത്തിന് വേണ്ടിയോ വാഹന സൗകര്യത്തിന് വേണ്ടിയോ ഒന്നിനും കിടന്ന് നമ്മൾ ഞരങ്ങുകയും കഷ്ടപ്പെടുകയും വേവലാതിപ്പെടുകയോ അതിൻ്റെ പുറകെ റഷ് ചെയ്യുകയോ ഒന്നും വേണ്ട. നമുക്ക് എല്ലാം ദൈവം അതാണല്ലോ നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ആ വാക്യം തന്നെയാണ് ഇവിടെ മറ്റൊരു രീതിയിൽ നമ്മൾ കാണുന്നത്, യഹോവ എൻ്റെ ഓഹരി എന്ന് പറയുന്നത്. തന്നെ കാത്തിരിക്കുന്നവർക്കും അന്വേഷിക്കുന്നവനായ യഹോവ നല്ലവൻ. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ വീണ്ടും കാണുന്നത്, കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. ഇത് ഈ കഷ്ടത്തിലായിരിക്കുമ്പോഴും യിരെമ്യാ പ്രവാചകൻ പറയുന്ന ചില പ്രത്യാശയുടെ വാക്കുകളാണ്. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം ദൈവത്തിന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ ദൈവം മനുഷ്യപാത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. അത് വളരെ സത്യമായ കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, നമ്മൾ നേരെയാകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ യുദ്ധവും ഒക്കെ ഈ ഇസ്രായേൽ ജനത്തിന് വരുത്തിയത്. അവർ നേരെ ആകാനാണ്, മടങ്ങി വരാനാണ്. അവർ സത്യവും നീതിയും ഒക്കെ തിരിച്ചറിഞ്ഞ് ന്യായമായി ഉള്ള കാര്യങ്ങൾ നീതിയിലേക്ക് ജീവിക്കാനാണ്, മടങ്ങി വരാനാണ്. മനസ്സോടെ അല്ലല്ലോ അവൻ ദൈവപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാവുന്നു വല്ലതും സംഭവിക്കുന്നത്? എല്ലാം സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവോടും ദൈവത്തിൻ്റെ ഇഷ്ടത്തോടും കൂടെയാണ് എന്നുള്ളതാണ്. അത്യുന്നതൻ്റെ വായിൽ നിന്നും നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? അപ്പോൾ ഇവിടെ ഇപ്പം തിന്മയുടെ സമയത്താണ് ഇവർ. നന്മ അനുഭവിച്ച് ഒരുപാട് കാലം ഉണ്ടായിരുന്നു, ഇന്ന് തിന്മയാണ്. പക്ഷേ യശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ, ഞാൻ നന്മയും ഞാൻ ചെയ്യുന്നു, തിന്മയും ഞാൻ തന്നെ ചെയ്യുന്നു. നന്മയും ഞാൻ തന്നെയാണ് അയക്കുന്നത്, തിന്മയും ഞാൻ തന്നെയാണ് അയക്കുന്നത്. പക്ഷേ ലോകത്തിലെ ക്രിസ്തീയ സഭകളടക്കം മറ്റെല്ലാ ജാതികളും വിശ്വസിക്കുന്ന എന്താണ്? നന്മയെല്ലാം ദൈവത്തിൽ നിന്നും തിന്മ പിശാചിൽ നിന്നും എന്നാണ്. അത് ബൈബിളിൻ്റെ സത്യം മനസ്സിലാക്കുന്നവർ വിശ്വസിക്കുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം തന്നെയാണ് നന്മയും തിന്മയും അയക്കുന്നത്. പക്ഷെ ലോകത്തിൻ്റെ വിശ്വാസം ദൈവം നന്മയാണ് അയക്കുന്നത്,
തിന്മ വരുന്നത് വേറൊരു സോഴ്സിൽ നിന്നാണെന്നുള്ളതാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവിശ്വാസികളായ മനുഷ്യർ വിശ്വസിക്കുന്നത് ദൈവം തന്നെയാണ്, ബൈബിളിലെ എഴുത്ത് പ്രകാരം ദൈവം തന്നെയാണ് നന്മയും തിന്മയും അയക്കുന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ അത്യുന്നതൻ്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ. മനുഷ്യൻ ജീവനുള്ള അന്ന് നെടുവേർപ്പെടുന്നത് എന്ത്? ഓരോരുത്തൻ താൻ തൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവേർപ്പെടട്ടെ. വരുന്ന കഷ്ടങ്ങളെക്കുറിച്ചല്ല, ഈ കഷ്ടത്തിന് കാരണമായ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് നെടുവേർപ്പെടുകയാണ് വേണ്ടത്. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നു. അതുപോലെ താഴോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കുന്നു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യിരെമ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള പല ഘട്ടത്തിൽ ദൈവം നീ ഭയപ്പെടേണ്ട എന്ന് വാക്കുകൾ, എത്രയോ വാക്കുകൾ ഈ ഓരോ സമയത്തും പല ദൈവമക്കളിൽ നിന്നും ദൈവപുരുഷന്മാരിൽ നിന്നും ഈ പുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്നൊരു വാക്കുണ്ട്. ഒരു എണ്ണമൊക്കെ നേരത്തെ നോക്കി വെച്ചിരുന്നു, ഇപ്പോൾ എണ്ണം അറിയില്ല. ഒന്ന് അന്വേഷിച്ചാൽ അനവധി സ്ഥലങ്ങളിൽ ഭയപ്പെടേണ്ട എന്ന് ദൈവജനത്തോട് ദൈവം അരുളി ചെയ്യുന്നത് തൻ്റെ ദാസന്മാരിലൂടെ എഴുതി വെച്ചത് നമുക്ക് കാണാം. ആ സമയത്തൊക്കെ സംഭവിച്ച കാര്യങ്ങൾ, ആ സമയത്ത് അരുളപ്പാടുണ്ടായ കാര്യങ്ങൾ, അത് പിന്നീട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് ഈ പുസ്തകത്തിൽ പല സ്ഥലത്തും ഭയപ്പെടാൻ. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ യിരെമ്യാ പ്രവാചകനോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞതും കാണാം. അതുപോലെ തന്നെ ഈ ബൈബിളിലെ പല ഘട്ടങ്ങളിൽ ഭയപ്പെടേണ്ട എന്ന് മുന്നമേ അരുളി ചെയ്തിട്ടുള്ള പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ ഈ അധ്യായത്തിൻ്റെ അവസാനം വായിക്കുന്ന വാക്യം, നീ ഇവരെ കോപത്തോടെ പിന്തുടർന്ന് യഹോവയുടെ ആകാശത്തിന് കീഴിൽ നിന്ന് നശിപ്പിച്ചു കളയും. ആരെക്കുറിച്ചാണ്? ഈ ദൈവത്തെ അന്വേഷിക്കാത്ത ആളുകളെ. ഇവിടെ പറയുന്നത് എൻ്റെ എതിരികളെ എന്നാണ്. എനിക്ക് ദോഷമുണ്ടാക്കുന്നവരെ, അങ്ങനെയാണല്ലോ അവർ വിടുവിക്കപ്പെടുന്നത്. ദോഷമുണ്ടാക്കുന്നവരെ ദൈവം തന്നെ കൈകാര്യം ചെയ്ത് ഇന്ന് പ്രവാസത്തിലായിരിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ചിത്രം കൂടി, ഈ എൻ്റെ ഒരു പ്രത്യാശയുടെ വചനങ്ങൾ കൂടി നമുക്ക് ഈ 3-ാമത്തെ അധ്യായത്തിൽ കാണാവുന്നതാണ്. 3-ാമത്തെ വായനാ ഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 16-ാം അധ്യായം. 16-ാം അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ, ഇന്നലെ ഞാനത് പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു പ്രധാന കാര്യം പറയുന്നത് കൊണ്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നും മറ്റൊരു പ്രധാന കാര്യവും 15-ാം അധ്യായത്തിലുണ്ട്. അതുകൂടെ പറയാതെ പോകാനൊക്കില്ല. അവിടെ പറയുന്നത് മാംസരക്തങ്ങൾക്ക്, അതിൻ്റെ 50-ാമത്തെ വാക്യം 15-ാം അധ്യായം, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ നമുക്കിപ്പോൾ ഉള്ള ശരീരം പാപം ചെയ്യാൻ കഴിയുന്ന, മരിക്കുന്ന ഒരു ശരീരമാണ്. ഈ ഒരു ശരീരത്തോടു കൂടി നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം സാധ്യമല്ല. എന്നാൽ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. അത് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ 50-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ വിശദീകരണം തരും. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അപ്പം നമുക്കറിയാം, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ് എല്ലാവരും മരിക്കുകയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലായാലും ഏത് കാലഘട്ടത്തിലായാലും അതെപ്പോഴാണ് സംഭവിക്കുന്നത്, അതെന്നാണോ അത് സംഭവിക്കുന്ന ആ സമയത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പം അങ്ങനെ രൂപാന്തരപ്പെടുന്ന ഒരു സമൂഹവും ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവരല്ല, മരിക്കാതെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന രൂപാന്തരപ്പെടുന്നവരും ഉണ്ട് എന്നാണ്. ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ യേശുക്രിസ്തു വരുന്ന സമയത്ത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും മരിക്കാതെ തന്നെ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. കാഹളം ധ്വനിക്കും. അപ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ രണ്ട് കൂട്ടരാണ്. ഒന്ന്, മരിച്ചവർ അക്ഷയരായി ഉയർക്കും.
നാം രൂപാന്തരപ്പെടാൻ യോഗ്യരായിട്ടുള്ളവർ ആ സമയത്ത് അന്ത്യകാഹളനാദത്തിങ്കൽ രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുന്ന രണ്ട് കൂട്ടരെ സംബന്ധിച്ചാണ് പറയുന്നത്. മരിച്ചവരിൽ നിന്നും ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ എഴുതപ്പെട്ടൊരു പ്രവചനം, അത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള അത് ആ പ്രവചനം നിവൃത്തിയാകും എന്നിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ മാംസരക്തങ്ങളിൽ നിന്ന് മാറി മരിച്ചവർ അക്ഷയരായി പുതിയൊരു ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, മരിക്കുന്ന മനുഷ്യർ, അങ്ങനെ അല്ലെങ്കിൽ പാപം ചെയ്യാൻ ഇടയുള്ള ആ മനുഷ്യൻ രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പം രൂപാന്തരപ്പെട്ട മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അക്ഷയരായവരും, അപ്പോൾ അവർക്ക് ആ പഴയ മാംസരക്ത ശരീരമല്ല, മാംസവും രക്തവുമുള്ള അതേ സ്വഭാവമുള്ള ശരീരമോ സ്വഭാവമോ അല്ല അവർക്കുള്ളത്. അതിൽ നിന്ന് മാറി വരുമ്പോഴാണ് അവർക്ക് ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തെ അവകാശമാക്കാൻ അവർക്ക് കഴിയും എന്ന് ഉള്ള ഒരു സത്യവും കൂടി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അത് പറയാതെ പോകാനൊക്കില്ല, അതുകൊണ്ടാണ് ഇന്നത് പറഞ്ഞത്. എന്നാൽ നമ്മൾ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. 16-ാം അധ്യായത്തിൽ അവിടെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ തന്നെ നിങ്ങളോടും പറയുകയാണ്, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ അതിനായിട്ട് നിങ്ങൾ ശേഖരിച്ച് വെച്ചോളുക. ഞാൻ വന്ന ശേഷം യെരുശലേമിലെ വിശുദ്ധന്മാർക്കാണ്, അല്ലെങ്കിൽ അവിടുത്തെ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടു കൂടി അയക്കും. എനിക്ക് പോകാൻ കഴിയുമെങ്കിൽ ഞാനും, അത് യോഗ്യമായിരുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാനും ആ സമയത്ത് ഞാനും പോകാം. പിന്നെ പറഞ്ഞ്, ഞാൻ മക്കെദോന്യയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും, മക്കെദോന്യയിൽ കൂടിയാവുന്നു ഞാൻ വരുന്നത്. അപ്പോൾ ഈ കൊരിന്ത്യർ ലേഖനം എഴുതുന്ന സമയത്തായാലും എല്ലാ ലേഖനങ്ങളും എഴുതുന്ന സമയവും ഒക്കെ ഈ അപ്പോസ്തല പ്രവർത്തികളുടെയൊക്കെ ഒരു ഭാഗവും കൂടാണ്. അപ്പോൾ അതിൻ്റെ ചിലതൊക്കെ കാരാഗ്രഹത്തിൽ എഴുതിയവയും ഉണ്ട്, സ്വാതന്ത്ര്യത്തോടെ ഇരിക്കുന്ന സമയത്ത് എഴുതിയതും ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു അവസാനത്തിലേക്ക് വരികയാണ്. ഇത് 16-ാം അധ്യായം അവസാനത്തെ അധ്യായവുമാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. അപ്പം അങ്ങനെ ഒരു കാര്യവും അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സഫലമായ ഒരു വാതിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. ഞാനത് പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. കൂടുതൽ ആളുകളെ ഇവിടെ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നേടാനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പറയുന്നത് എതിരാളികളും ഉണ്ട്, അനുകൂലമായി കാര്യങ്ങളുണ്ട് എങ്കിലും പ്രതികൂല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് താഴോട്ട് എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, സ്തെഫാനോസിൻ്റെ കുടുംബം ഖായയിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തെഫാനോസും ഫെർദിനാസ്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ അവസാനം, ആസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു, അഖിലാവും പ്രിസ്കയും നിങ്ങളെ വന്ദനം ചെയ്യുന്നു, അവരുടെ ഭവനത്തിലെ സഭ നിങ്ങളെ വന്ദനം ചെയ്യുന്നു, സകല സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു, വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവൻ. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹം. ഇത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു വരുന്നു എന്നൊരു വാക്ക് നമ്മളോട് കാണുന്നുണ്ട്. അത് പറഞ്ഞിട്ടിപ്പോൾ 2000 വർഷത്തോളം അല്ലെങ്കിൽ 1900 വർഷത്തോളം ആയിട്ടുണ്ട്. വരുന്നു എന്ന് പറയുന്നത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ അവിടുന്ന് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിലല്ല, ആ കാലം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
ഒരു ആൾ യാത്ര പുറപ്പെട്ടു, വഴിയിലാണ് വന്നുകൊണ്ടേയിരിക്കുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ കാലത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ കാലത്തിലേക്ക് 2000 വർഷം അടുത്തു. ഇനി ഉള്ള വർഷങ്ങളുള്ള അന്ന് ചിലപ്പോൾ ഒരു 3000 വർഷം ഉണ്ടെങ്കിൽ, അന്ന് 4000 വർഷം ഉണ്ടെങ്കിൽ, അതിൽ 2000 വർഷം കഴിഞ്ഞു. ഇനി ബാക്കി 2000 വർഷം, അല്ലെങ്കിൽ ഇനി ബാക്കി 1000 വർഷം. എത്രയാണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുമ്പോഴും യേശുക്രിസ്തു പറയുന്നുണ്ട്, അത് പിതാവിൻ്റെ അധികാരത്തിലുള്ള കാര്യങ്ങളാണ്, അത് നമുക്കറിയാൻ കഴിയുകയില്ല. പിതാവും പുത്രനും അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരും അറിയുന്നില്ല എന്നാണ് ക്രിസ്തു അതിനുള്ള മറുപടിയായി കൊടുക്കുന്നത്. യേശുക്രിസ്തു വരട്ടെ, അതിനായി നമ്മളും കാത്തിരിക്കുന്നു. ആ ദിവസം നല്ലതും ചീത്തയും വേർതിരിക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. ഈ ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് വലിയ ശിക്ഷകൾ വരുന്ന കാലമാണത്. ആ കൂട്ടത്തിൽ നമുക്കായി പോകാതിരിക്കാൻ നമുക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരികയും ആ വിശ്വാസപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ആ വിശ്വാസത്തിൽ അന്ത്യത്തോളം നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ താല്പര്യമാണ് ഇതിനകത്ത് പ്രധാനം. നമ്മുടെ താല്പര്യം അനുസരിച്ച് ആണ് കാര്യങ്ങൾ. ആദത്തിൻ്റെയും ഹവ്വയുടെയും താല്പര്യം അവർക്ക് ആ കനി തിന്നുന്ന കാര്യത്തിലായിരുന്നത് കൊണ്ട് ദൈവം അവരുടെ കൈക്ക് പിടിച്ചില്ല. പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ ചോയ്സ്, തീരുമാനം എടുക്കാനുള്ള ചോയ്സ്, നന്മയുടെയും തിന്മയുടെയും പക്ഷത്തേക്ക് നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കാര്യം പറയും, അല്ലെങ്കിൽ 2 പ്രാവശ്യം കാര്യം പറയും, പക്ഷേ കൈക്ക് പിടിച്ച് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളും ചെയ്യില്ല. ചെയ്യുന്നത് നമ്മൾ ചെയ്യാനാണെങ്കിൽ ചെയ്യാനങ്ങ് വിടും. അപ്പം അത് വളരെ ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവരും ദൈവരാജ്യത്തിലുണ്ട്. അതിനെ സംബന്ധിച്ചാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിലൊക്കെയും നമ്മളോട് സംസാരിച്ചത്. അപ്പം ആ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ ക്രിസ്തുവോടൊപ്പം നമുക്കും ഉണ്ടാകാതിരിക്കാൻ ഇടയാകാതെ, എന്നാൽ ക്രിസ്തുവിനോടുകൂടെ നമ്മളോരോരുത്തരും ഉണ്ടാവുകയും ആ പങ്കിടലിൽ ദൈവത്തെയും ക്രിസ്തുവിനോടും ദൈവത്തോടും കൂടി എന്നും എന്നേക്കും വസിക്കുവാൻ ഉള്ള, അതായത് അവിടെ മരണം നീങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ മരണം നീങ്ങിപ്പോയാൽ പിന്നെ എന്നും ജീവിച്ചിരുന്നേ ഒക്കെ ഉള്ളല്ലോ. അതാണ് ആ മരണം നീങ്ങിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണം. അത് നമ്മുടെ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം വരുമ്പം അവിടെ മരണം നീങ്ങിപ്പോയി എന്ന് പറയുന്ന ഭാഗവുമുണ്ട്, അത് സംഭവിക്കുന്ന ഭാഗം. അപ്പോൾ അതൊക്കെയും നമുക്ക് നന്മയ്ക്കായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നന്മയ്ക്കായി തന്നെ ആയിത്തീരട്ടെ എന്ന് ഈ സമയം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകും. നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്കുണ്ടാകും. അതുണ്ടാകട്ടെ. പുതിയ ദിവസം, ഈ ഒരു ഞായറാഴ്ച എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനം ദിവസമായിരിക്കണമെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഈ കാര്യങ്ങളിലൊക്കെ കൂടെ ഇരുന്ന് സഹായിക്കട്ടെ. നന്ദി.